ഇവിടെ ഒരു പണക്കാരൻ പബ്ലിക് ബാത്റൂമിൽ കുളിക്കാനെത്തുന്നു. അയാളൊരു സോപ്പ് വഴുതി നിലത്തു വീഴുന്നു. അയാളുടെ കയ്യിലുണ്ടായിരുന്ന താക്കോൽ ഒരു പാവപ്പെട്ടവന്റെ കാലിലേക്ക് തെറിച്ചു വീഴുന്നു. അവനാവട്ടെ ജീവിക്കാൻ ഒരു മാർഗവുമില്ലാതെ മരിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ വീടിന്റെ ഓണർ വന്ന് വാടക ചോദിച്ച് ദേഷ്യപ്പെടുന്നു. അതിനാൽ അവന്റെ മൈൻഡ് ഡിസ്റ്റർബ് ആകുന്നു. ആ പ്ലെയിൻ അവൻ അവിടെ നിർത്തിവെക്കുന്നു. അങ്ങനെയിരിക്കെ അവന് ഈ താക്കോൽ കിട്ടുന്നത് ഒരു പണക്കാരനാവാൻ ആഗ്രഹിച്ച അവന്റെ താക്കോൽ അവിടെ വെച്ച് അയാളുടെ താക്കോൽ എടുക്കുന്നു. അതുപയോഗിച്ച് ലോക്കർ തുറന്ന് വില കൂടിയ വാച്ചും പണവും കാറിന്റെ താക്കോൽ അടക്കമുള്ള എല്ലാം എടുത്തു പുറത്തേക്ക് പോകുന്നു. ഇത്രകാലം പണം കാണാത്തവൻ കൈ നിറയെ പണം ലഭിച്ചപ്പോൾ ഇഷ്ടം പോലെ ചെലവാക്കുന്നു. എന്നിട്ട് അവൻ കാറിലെ GPS അഡ്രസ് വെച്ച് ആ പണക്കാരന്റെ വീട് കണ്ടുപിടിക്കുന്നു. ഒരു ദിവസം മുഴുവൻ അതെല്ലാം ഉപയോഗിച്ച് ആഡംബരമായി ജീവിക്കുന്നു. പിറ്റേന്ന് ആ പണക്കാരനെ അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റലിൽ ചെന്ന് ഇതെല്ലാം തിരികെ കൊടുക്കാമെന്ന് അവൻ കരുതുന്നു. അവിടെ ചെന്നു നോക്കിയപ്പോൾ അയാൾ വീണ വീഴ്ചയിൽ എല്ലാം മറന്നു പോയിരിക്കുകയാണ്. അയാൾ ആരാണെന്ന് അയാൾക്ക് തന്നെ അറിയില്ല. ഇത് കണ്ടവന് സന്തോഷമാകുന്നു. അയാൾക്ക് പകരം ഇനി അവനാണ് അവിടെ ജീവിക്കാൻ പോകുന്നത്. അയാൾ എല്ലാം മറന്നതിനാൽ അയാളുടെ വീട് ഏതാണെന്ന് പോലും അയാൾക്കറിയില്ല. അപ്പോഴാണ് അയാളെ രക്ഷിച്ച ആംബുലൻസ് ഡ്രൈവർ കൊണ്ടുവരുമ്പോൾ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ലോക്കറ്റ് വെച്ച് ആ ലോക്കറിലുള്ള അഡ്രസ്സിലേക്ക് അയാളെ കൊണ്ടുപോയി വിടുകയാണ്. അവിടെ പോയി ആ റൂം നോക്കുമ്പോൾ ആകെ വൃത്തികേടായി കിടക്കുന്നു. ഒരു കാലത്ത് താൻ ഇവിടെയാണ് കഴിഞ്ഞിരുന്നതെന്ന് അയാൾക്കു തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതിനുശേഷം ചിലവിന് പണമില്ലാത്തതിനാൽ ആ ആംബുലൻസ് ഡ്രൈവർ ഒരു ഹോട്ടലിൽ ജോലി ഒപ്പിച്ചു കൊടുക്കുന്നു. അയാൾ കുറഞ്ഞ കാശിന് ജോലി ചെയ്യുന്നു. പച്ചക്കറി അരിയുന്നതിന് കയ്യിൽ കത്തിയെടുത്തതും പച്ചക്കറി തുണ്ടു തുണ്ടായി ഡിസൈനിൽ അരിയാൻ തുടങ്ങി. അപ്പോൾ അയാൾക്കും കത്തിക്കും എന്തോ ഒരു ബന്ധമുണ്ടെന്ന് മനസ്സിലായി. അതിനിടയിൽ അയാൾ പച്ചക്കറി അരിയുന്ന സ്റ്റൈൽ കണ്ട് ആളുകൾ കൂട്ടം കൂട്ടമായി ഹോട്ടലിൽ വന്നു തുടങ്ങി. ഇവിടെ അവനാവട്ടെ അവിടെയുള്ള കാശെല്ലാം ജോലിക്ക് പോകാതെ സന്തോഷമായി ചിലവാക്കുന്നു. ഒരു നാൾ അവൻ വീട്ടിലുള്ള വൈറ്റ് ബോട്ടിലെടുത്തപ്പോൾ അവിടെയുള്ള ഒരു സീക്രട്ട് ഡോർ കണ്ടെത്തുന്നു. അകത്ത് കയറി നോക്കിയപ്പോഴാണ് മനസ്സിലായത് അയാൾ വെറും ഒരു പണക്കാരൻ മാത്രമല്ല ഒരു ക്രിമിനലാണ്. അയാളെ കൊല്ലാൻ വേണ്ടി വലിയൊരു സംഘം തന്നെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്.